നമ്മളാണ് ഹലുവ, കോഴിക്കോടൻ ഹലുവ. നമ്മളിപ്പോൾ തിരുവനന്തപുരം മത്തായിയുടെ കൂടെ ദുബായിലേക്ക് പോണ വഴിയിലാണ്. നമ്മളെ ദുബായിലേക്ക് കൊടുത്തയക്കണത് വേറൊരു മത്തായി എന്ന് പറഞ്ഞ വായനാണ്. ഇനി അവിടെ നമ്മളെ കാത്തിരിക്കുന്നതോ അതേതോ ഒരു ഗുരുത്തം കെട്ട മത്തായി വേറെ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മത്തായില്ലേ? അതാണ്. ഇങ്ങനെ ആകെ കൂടി മത്തായി പോണ ഒരു കഥ. അതാണ് നമ്മള് ഹലുവ. നീ നാട്ടിൽ ചെന്ന് അമ്മച്ചി ഉണ്ടാക്കിയ കംപ്ലീറ്റ് സാധനങ്ങളെ തിന്ന് അങ്ങ് തടിച്ച് കൊഴുത്തല്ലോടാ. അമ്മച്ചി എനിക്ക് വല്ലതും തന്നു വിട്ടാ? ആ പെട്ടി നിറച്ച് നിനക്കുള്ള സാധനങ്ങളാ. അല്ല പറഞ്ഞ പോലെ മാഷ് എന്തി? മാഷ് ഫുൾ ടൈ പത്നിയുടെ വീട്ടിൽ ഇപ്പോഴും വല്ലപ്പോഴാ റൂമിൽ വന്നും പോയൊക്കെ നിൽക്കും. നീ കയറി കൊറേ സംഭവം ഉണ്ട് പറഞ്ഞു തരാൻ. ഓ സൂക്ഷിച്ചടക്കണേ, നീയപ്പൊക്കെ കാണും പൊട്ടുവത്. ഇന്ന് ലൈവ് പോണ്ട, കേറ്. ഇവനെ കണ്ടപ്പോ തന്നെ മദാമ ഓടിക്കാണും. അങ്ങനെ ചെമ്മണ്ണൂർ വീട്ടിൽ ജോൺ മകൻ മത്തായി വീണ്ടും ദുബായ്. പറയുന്ന കേട്ടാ വിചാരിക്കുമ്പോ ദുബായിൽ സൂഹിക്കാനാണ് വന്നതെന്ന്. ഒരു വെയിലത്ത് ജോലി ചെയ്തിട്ട് കുബൂസ് തിന്നാനല്ലേ നിന്റെ ഈ വരവ്. അതെ. പിന്നെ നീ അയച്ച മെസ്സേജ് ഞാൻ വായിച്ചോട്ടാ. എന്ത് മെസ്സേജ്? ഞാനവിടെ ഫ്ലൈറ്റ് കയറാൻ നിൽക്കുമ്പോഴാണ് നീ എനിക്ക് ഫേസ്ബുക്കിൽ അയച്ച മെസ്സേജ് ഞാൻ കാണുന്നത്. എന്റെ കംപ്ലീറ്റ് ക്ലീൻ പോയി. ആ കാണാതായ മലേഷ്യൻ വിമാനത്തിന്റെ വീഡിയോയും ന്യൂസും ഒക്കെ. എടാ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ അയച്ചതാ. എയറിന്റെ കയറുമ്പോ തന്നെ ഇതൊക്കെ അയക്കണോടാ. ഹ്യൂമർ നീയൊക്കെ ഇതിന്റെ പുറകിലുണ്ടെന്ന് എനിക്ക് അറിയാട്ടോ. ആ മെസ്സേജ് വായിച്ചാ പിന്നെ നമ്മുടെ നിവിൻ പോളി പറഞ്ഞ പോലെ ചുറ്റോളം ഒന്നും കാണാൻ പറ്റൂല. എടാ മറ്റേ ചന്ദ്രൻ നാട്ടിൽ പോടാ ഈ റൂമിലാ. ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല ഒരു മാസം ഫ്ലാറ്റ് ഫ്രീയാ? അളിയനെ പോന്നു. ഞാനും മോനും കാലത്തെ എത്തിയില്ലേ? അപ്പൊ ചേച്ചിയോ? അവൾക്ക് ജോലി ഉണ്ടല്ലോ, ജീവിക്കട്ടെ അളിയാ. എന്നെ കാണില്ല, അളിയന് സുഖ പണിയെടുക്കണ്ട. മോനെ എന്തോട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ലൈവ് കാണാം. പിടിയളിയാ. ഓ എന്റെ അളിയാ നോക്കിക്കൊണ്ടിരിക്കാതെ വാ, പൊട്ടിച്ചിട്ടകത്ത് എന്താണെന്ന് നോക്കാം.
ഒന്ന് സഹായിച്ചേരാ അളിയാ. കഴിക്കൊന്നു വലിച്ചു കള. ഇന്നാ പിടി. പണ്ട് മേച്ചിരി പണിക്ക് വേണ്ടി സംഭവം ഓക്കെയാണ്. എന്നാ പിടി. ആക്രാന്തം കാണിക്കല്ലിയാ, പൊട്ടിച്ചു തരാം. വാ വേഗം വാങ്ങ. ഇനിയാണ് കേട്ടോ മോനെ കഥ തുടങ്ങണത്. നിങ്ങൾ കണ്ടില്ലേ, നല്ല ആളെ കയ്യിലാണ് നമ്മൾ എത്തിയത്. ഹലാക്കിന്റെ ഔലും കഞ്ഞും. ഇനിയിപ്പോ എങ്ങനെയാണാവോ മത്തായിന്റെ അടുത്ത് നമ്മൾ എത്തുന്നത് പടച്ചോനറിയാം. കണ്ടിച്ചു തരാം. മാമന്റെ ഹൽവ വേണോ? വേണ്ട മോനെ. ഇവനിന്ന് ഡ്യൂട്ടി ഉണ്ടോ അളിയാ? അപ്പൊ വൈകിട്ട് കാണാവേ. ബൈ ബൈ. ഞാൻ പോയി ഒരു ജ്യൂസ് എടുത്തോണ്ട് വരാം. അലുവ തൊണ്ടേ കുരുങ്ങല്ലേ അളിയാ. ഞങ്ങൾ ഇറങ്ങാണേ. ജ്യൂസ് വേണ്ടേ? ഗുഡ് മോർണിംഗ് ദുബായ്. ദിസ് ഇസ് ആർജെ മാക്. നാട്ടിലെ ഒരു വലിയ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ പഴയ കഥകളും വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉണ്ടാവും. നാട്ടിലെ ഒരു കാറ്റടിച്ചാൽ മതി, പ്രവാസികളുടെ പഴയ ഓർമ്മകൾ തിരിച്ചു വരും. ഫോർ എക്സാമ്പിൾ, ചായക്കടയിൽ നിന്നൊരു ചായ, റോഡ് സൈഡിൽ നിന്നൊരു നാരിങ്ങാവളം, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നു. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ മോചനം അല്ലേ? ഇനി ഒരുപാട് വിശേഷങ്ങളുമായി ഈ ഒരൊറ്റ സോങ് ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട ആർജെ മാക്. സ്റ്റേ ട്യൂൺ. ഹലോ. ഹലോ, കുറെ മിസ് കോൾ കണ്ടു. ആരാണ്? ഞാൻ ഓണർ ആയിരുന്നു. ഒരു ഹൽവ കൊടുത്തയച്ചിരുന്നല്ലോ. ഒരു ഹലുവല്ലേ മോനെ? നീ വിചാരിക്കും പോലെ അത് വെറും ഹൽവയല്ല. പിന്നെ ദുബായ് വഴി യൂറോപ്പിലേക്ക് കടത്താനുള്ള ഒരു പ്രത്യേക തരം ഡയമണ്ട് അതിലുണ്ട്. ഡയമണ്ടോ? ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സാധാരണക്കാരനല്ല. അതോ ലോക നേതാവ് പോൾ മത്തായി. അല്ല, ഞാൻ ഒരു അലുവ ഇവിടെ. അതുകൊണ്ട് എത്രയും വേഗം സാധനം എനിക്ക് തിരിച്ചു തരണം. അഡ്രസ് മേ ഫോർവേഡ് കരുക. മനസ്സിലായോ? സംജായിക്ക. ഓക്കെ, ബൈ. സീ യു സൂൺ. പോൾ മത്തായി. മാമന്റെ അലുവയാണോ? ഈ അലുവനെടുത്തേ. എനിക്ക് അറിഞ്ഞൂടെ. അടി പരമസുഖ. സത്യം പറ, നീ അത് എടുത്തില്ലേ? പിന്നെ നിന്റെ അലുവ അതിനകത്തില്ലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതെവിടെ? ഞാൻ തിന്നു. എന്തോന്ന്? അണ്ടിപ്പരിപ്പ്. നിന്റെ 10 ദർഹം ഉണ്ടെങ്കിൽ കടന്താണ്. എന്തോന്നിന്? അവന്റെ അലുവ. ഉറങ്ങട്ടോ. ചുമ്മാ അരിവണ്ണ, ചുമ്മാ അരിവണ്ണ. ഞാൻ 5 മിനിറ്റെങ്കിലും കിടന്നോട്ട്. കേക്ക്, നീ കഴിച്ച അലുവയ്ക്കാത്തൊരു ഡയമണ്ട് ഉണ്ട്. നാട്ടിൽ നിന്ന് അലുവയ്ക്കാത്ത ഡയമണ്ട് വെച്ചൊരാളെ നീ തന്നുവിട്ടാ. ഞാൻ എടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. നീ എടുത്ത് തന്നു. മത്തായി, നീ പറയുന്ന സത്യമാ? സത്യമാ? അതിപ്പോ നിന്റെ വയറ്റിൽ കാണും. അയ്യോ,
ഡയമണ്ട് വലുതാ ചെറുതാ? വലുതായിരിക്കും. അയ്യോ, അതിന് എങ്ങനെ പുറത്തോട്ടോ? നിന്റെ അലുവേൽ ആരടാ ഇത് വെച്ചത്? അയ്യോ, എടാ നീ ഇതെവിടെ പോടെ? അയ്യോ, ഡാ, പോടാ അവിടെ. 5-6 നോട്ടോ. എടാ ഒന്ന് പോടാ മത്തായി. അയ്യേ, നാണമില്ലടാ നിനക്ക്. ശ്ശേ, ഇവന്റെ കാര്യം. ഡേയ് അയ്യോ, എടാ നീ അസാധാരണമായിട്ട് വല്ലതും കണ്ടോ? എന്നത്തെയും പോലെ എന്നടാ. എന്തടാ? ആരടാ ഈ നേരത്ത്? വിജയ്. അയ്യോ, അയാള് വീണ്ടും വിളിക്കുന്നു. ഏയ്, എന്താടാ? എടാ, നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക. ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അതെ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താടാ? എനിക്ക് ഒരു 5000 രൂപ ഒന്ന് സഹായിക്കണം. എന്താടാ, വീട്ടിലെന്തെങ്കിലും പ്രശ്നം? അല്ല, 5000 രൂപയ്ക്ക് ഡയമണ്ട് കിട്ടുമെന്ന് മഞ്ജു വാര്യർ പരസ്യത്തിൽ പറഞ്ഞു. നീ എന്തിനാടാ ഇത് മുഴുവൻ തിന്ന് തീർത്തെ? ഞാനല്ലല്ലോ മൊത്തം തിന്നത്. നിന്റെ അളിയനും രാഘവമാഷും അല്ലേ കൊണ്ടുപോയത്? അതിന് മാഷ് ഇന്നിപ്പോ വീട്ടിൽ വന്നു. ആൾ ഇങ്ങോട്ട് വരാറില്ലെന്നല്ലേ നീയൊക്കെ പറഞ്ഞു? നീ പോയ അപ്പം തന്നെ രാഘവമാഷ റൂമിൽ വന്നു. നമുക്ക് വിളിച്ചു നോക്കാം. നീ ഒരു കാര്യം ചെയ്യും, ആ ഫോണിഞ്ഞെടുക്കുക. ഞാൻ മാഷിനെ വിളിച്ചു നോക്കാം. ഹലോ മാഷേ. മാഷ് എവിടെയാ? ഞാൻ ഓഫീസിലാ. അപ്പ പത്നിയുടെ വീട്ടിലാണ്. നീ വണ്ടി എടുക്കുക. മാഷിനെ എവിടുന്ന് അലുവ കിട്ടിയത്? അത് നമ്മുടെ മത്തായില്ലേ, മത്തായി നാട്ടിൽ ലീവിന് പോയിട്ട് വന്നപ്പോ അലുവ കൊണ്ടുവന്നു. അപ്പോ അലുവ കണ്ടപ്പോ എനിക്ക് തന്നെയാ ഓർമ്മ വന്നത്. മോളെ വാതില് തുറന്നേ. മാഷ് അല്ലു എടുത്തോ? അലുവ അതവിടെ അലുവ ഒരുമാതിരി വൃത്തിയായിട്ട വേല കാണിക്കരുത്. ഒന്ന് വലിച്ചു. അയ്യേ, യുവർക്ക് തൂറ്റി. യവനിത് നാട്ടിൽ നിന്ന് വന്നതോ സൊമാലിയിൽ നിന്ന് വന്നതോ? ഇപ്പൊ മാഷി അലുവ കട്ടതാ? അല്ല അല്ല, വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇതായിരുന്നല്ലേ തന്റെ ഓഫീസ്? താൻ വാ. അളിയാ, അളിയ എന്തൊക്കെ ഉണ്ട്? അലുവ എടുത്തോ? അത് ഞാനും മോനും വൈഫൊക്കെ ആയിട്ട് തിന്ന് തീർത്തു. വളരെ നന്നായിരുന്നു കേട്ടാ. ഒരുമാതിരി മാനേഴ്സ് ഇല്ലാത്ത പരിപാടി കാണിക്കരുത്. ഞാൻ സംസാരിക്കാം. അതെ, ഒരുമാതിരി വൃത്തിയായിട്ട വേല കാണിക്കരുത് കേട്ടാ. ഇയാളെന്തിനോട് അവിടെ നിലവെടുത്തോണ്ട് പോയത്? വേണ്ടളിയാ, എന്റെ അളിയാ ഒന്ന് വെച്ചിട്ട് പോയിക്കേ. അത്രമാത്രം പ്രശ്നങ്ങളിടയില്ല. വിളിക്കുന്നു. ഇനി എന്ത് ചെയ്യാൻ? ഒരു അലുവ വേണം. ഇനിയും വേണം. നീ അതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. കണ്ട ഡയമണ്ട് പോലെ ഇല്ലേ? ഏയ്, ഡയമണ്ടിൽ അതിന് സൂചി വല്ലതും ഉണ്ടാ?
done, my boy. ഇവന്മാരെ കണ്ട നിന്റെ പോലെ ഉണ്ടല്ലോ. നിന്റെ ആരെങ്കിലും ആണ്? ഏയ്, എൻ്റെ അച്ഛന് പണ്ടേ കുട്ടികളുണ്ടാവൂല. അലുവ മുഴുവൻ തന്നു തീർത്തിട്ട് ഇതെന്താടാ ദുബായിലെ അണ്ടി ആഫീസോ? വേണ്ടാ, ഒട്ടകം വരെ നമ്മളെ നോക്കി കുഞ്ഞിനെ കാണിക്കുന്നു. എവിടെയാ? ഹലോ ഡോൺ. മത്തായി. അല്ല, ഞാൻ മത്തായി ആണ്. You are also Matai? Good name, good name. അല്ല സാർ, അലുവ. ഹൽവ? ആ, ഹൽവ തന്നിട്ട് പോയല്ലോ. ഞാനൊരു 10 ഓർഡർ കൊടുത്തു. അയാളുടെ പേരും മത്തായി എന്നായിരുന്നു. സാധനം തന്നിട്ട് അയാൾ ഇപ്പൊ അങ്ങ് പോയുള്ളൂ. എനിക്ക് തന്നു മത്തായി ആണ്. സാറിന് തരാൻ പറഞ്ഞു. അതും മത്തായി, ഇതും മത്തായി, ആകെ മത്തായി ആണല്ലോ. ഇതൊക്കെ കേട്ടിട്ട് ശരിക്കും എനിക്ക് മത്തായിട്ടുണ്ട്. ക്യാഷ് വാങ്ങാൻ ആരോ വരുന്നു പറഞ്ഞല്ലോ. ക്യാഷ് വാങ്ങാൻ വന്നല്ലേ? ക്യാഷോ? ആണ് ആണ് ആണ്. इन लोगों को कैश सेटल कर. താങ്ക് യു. വർക്ക് ചെയ്താൽ ഡോളേഴ്സ് കൊടുക്കും. അതാണ് എൻ്റെ സ്റ്റൈൽ. നല്ല സ്റ്റൈൽ. ഞങ്ങൾ അപ്പോൾ ഓക്കെ. നീ അലുവ എടുത്തോ. പാവം, നല്ല സ്നേഹമുള്ള ആൾക്കാരല്ലേ. ഉമ്മ വയ്ക്കുന്നുണ്ടല്ലേ. ഹലോ. അലുവ ഞങ്ങളുടെ ഉണ്ട്. അഡ്രസ്സ് ഒന്ന് അയച്ചു തരാം. ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടു തരാം. എടാ, നമ്മൾ ശരിക്കും ഹലുവ കൊടുക്കേണ്ട ആളെ വിളിച്ചു. അൽ മൻസിൽ ഫ്ലാറ്റ്, ഡോർ നമ്പർ 6. ഈ ഫ്ലാറ്റിലല്ലേ മറ്റേ പത്മിനി താമസിക്കുന്നത്? ആളില്ലേ? ആരാ? ഹലുവ. ഇവിടെ ഉണ്ടായിരുന്നു. മത്തായി നേരത്തെ വിളിച്ചിരുന്നല്ലോ. നമ്മുടെ മത്തായി ചേട്ടൻ കൊടുത്തു വിട്ട. നമ്മുടെ നാട്ടിൽ നിന്ന് മത്തായി ചേട്ടൻ പറഞ്ഞു വിട്ട അലുവ. ഓക്കെ ഓക്കെ, പിടിച്ചോ. ഒരലുവ താങ്ങാൻ പോലും പറ്റുന്നില്ല. എന്താ? അല്ല, ഈ അലുവ എടുത്ത് അകത്ത് വെക്കണോന്ന് ചോദിച്ചതാ. എന്തായാലും വന്നല്ലേ, ചായ കുടിച്ചിട്ട് പോകാം. അയ്യോ, ചായ കുടിച്ചിട്ട് പിന്നെ ഒരിക്കലാവാം. എന്നാ ഒരു കാര്യം ചെയ്യാം, 2 കഷ്ണം അലുവ കഴിച്ചു. അയ്യോ അയ്യോ, അലുവ എന്ന് മാത്രം പറയരുത്. ഓട്ടെ, ശരി. എന്നാ പിന്നെ ഞങ്ങൾ കിടക്കുന്ന കുടവും വെള്ളം അതൊക്കെ പിടിക്കാം. ഹലുവ കഴിക്കുന്നോറും നിങ്ങൾ ആകെ മത്തായി പോണുണ്ടല്ലേ? അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ എന്തുണ്ടായിന്ന് ഞമ്മക്ക് മനസ്സിലായത് നമ്മൾ പറഞ്ഞുതരാം. നമ്മളും മത്തായും വന്ന വിമാനത്തിൽ വേറൊരു മത്തായും ഉണ്ടായിനി. ഓന്റെ കയ്യിലുണ്ട് കുറച്ച് ഞമ്മള്, അതായത് ഹലുവ. ഞമ്മൾ കുഞ്ഞൻ മത്തായിക്കുള്ള ഹലുവ. പക്ഷെ ഓന്റെ ഹലുവ അതല്ല, പോൾ മത്തായിക്കുള്ള ഡയമണ്ട് ഹലുവ. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ പോൾ മത്തായിന്റെ ഒരു ബ്രില്യൻ ശിഷ്യന്റെ കയ്യിൽ നിന്ന് ഓന്റെ അഡ്രസ്സ് നഷ്ടപ്പെട്ടു. ഇതറിഞ്ഞ് ആകെ ഹലാക്കായ പോൾ മത്തായി വിമാനത്തിലുള്ള സകലമാന മത്തായിമാരെയും ഡീറ്റെയിൽ എടുക്കാൻ ഓർഡർ കൊടുത്തു. ശിഷ്യൻ ഉടനെ തന്നെ വിമാനത്തിൽ വന്ന
എല്ലാ മത്തായിമാരെയും ഡീറ്റെയിൽ എടുക്കുന്നു. ലിസ്റ്റിൽ ആദ്യം വന്നത് നമ്മുടെ മത്തായി ആയതുകൊണ്ട് തന്നെ പോൾ മത്തായിയുടെ കോള് വന്നതും നമ്മളെ മത്തായിക്ക്. പിന്നുണ്ടായ കഥയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. ഇതിനിടയിൽ ഡയമണ്ട് കൊണ്ടുവന്ന മത്തായി അധോലോക നേതാവിനെ തേടിപ്പിടിച്ച് സാധനം കൈമാറുന്നു. ക്യാഷ് മേടിക്കാൻ വേറൊരാൾ വരുമെന്നും പറയുന്നു. അതാണല്ലോ ഒരു അധോലോക രീതി. സാധനം കിട്ടി എന്ന് പറയാൻ പിന്നീട് പോൾ മത്തായി വിളിക്കുമ്പോൾ നമ്മളെ മത്തായി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് അൽക്കൊലത്തായി കിട്ടി. ഇതിനിടയിൽ ഒരു ട്വിസ്റ്റ് നടന്നു. ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും മാറുന്ന ക്ലീശേ ട്വിസ്റ്റ്. ഈ സമയം അധോലോകത്ത് Boss, all these diamonds are duplicates. മാറി വന്ന ഹൽവയിൽ ഡയമണ്ട് കണ്ട സന്തോഷത്തിൽ കുഞ്ഞൻ മത്തായും കുടുംബവും. സ്ഥിരം അധോലോക കഥകൾ പോലെ ക്യാഷ് കിട്ടുന്ന നായകൻ RJ മത്തായി. അടുത്തത് ആ ഞാനൊരു കഷ്ണം ഹലുവ കൊണ്ടുപോയി തിന്നതാണല്ലോ നിങ്ങളുടെയൊക്കെ പ്രശ്നം. 5 കിലോ ഹലുവയുണ്ട്, തിന്ന്. എനിക്കിനി ഹലുവ വേണ്ട. അളിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും. അല്ല, ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും. അല്ല, അളിയൻ ദയവ് ചെയ്ത് ഇനി ഈ വീട്ടിൽ ഹൽവ വാങ്ങിച്ചോട്ട് വരരുത്. അപ്പൊ പണ്ട് നമ്മളെ ലാലേട്ടൻ പറഞ്ഞതുപോലെ ഇനി ഇജ്ജാതി അലുവക്കഥയും കൊണ്ട് ഈ വഴിക്ക് വരാൻ നിൽക്കരുത് കേട്ടോ. കാര്യം മത്തായിയുടെ അലുവക്കഥ ഇവിടെ അവസാനിക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം. എന്നാലും ഈ മധുരം നുണഞ്ഞ് തൽക്കാലത്തേക്ക് നമുക്കൊന്ന് പിരിയാം.